Today, Rahul Gandhi in Delhi today stated that they're fighting the BJP, the RSS, and the Indian state. And how do you, as a part of the India alliance, do you endorse this view that they're fighting? Please repeat the question. Rahul Gandhi has stated they're fighting the BJP, RSS, and the Indian state. As a part of the India alliance, do you endorse this view? ഈ താരതമ്യപ്പെടുന്നുണ്ടോ ഈ ഒരു വ്യൂ ആയിട്ട്? ഇത് അങ്ങനെ തന്നെയാണോ പറഞ്ഞത് എന്നുള്ളത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് അത് വ്യക്തത കൂടുതൽ വരുത്തേണ്ട ഒരു കാര്യമാണ്. സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വിവാദത്തിൽ കാണുന്നു. സമീപകാലത്തൊന്നും കേൾക്കാത്ത രീതിയിലാണ് അങ്ങനെ ഒരു വിഭാഗം ഹൈന്ദവ തീവ്രവാദികൾ ലൈനിലുള്ളവർ വരുന്നു, അതിനെ മറ്റൊരു മുസ്ലിം തീവ്രത ലൈനിലുള്ളവർ മുതലെടുക്കാൻ ശ്രമിക്കുന്നു, അതൊരു തർക്കത്തിലേക്ക് പോകുന്നു, അത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഭരണകൂടത്തിനും പോലീസിനും മാറേണ്ടി വരുന്നു. എന്താണ് CM അതിൽ സ്റ്റാൻഡ്? വലിയ ചർച്ചയൊന്നും ചോദിക്കാം. അല്ല, അതിൽ സമൂഹത്തിന് മുന്നിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ കോടതിയിലും അത് എത്തിയിട്ടുണ്ട്. കോടതിയും നിലപാടിലേക്ക് എത്തിയെന്നാണ് തോന്നുന്നത്. അത് അതിൻ്റെ വഴിക്ക് നീങ്ങട്ടെ. അത് വ്യക്തമായി അതിന് മറുപടി നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇപ്പോൾ ഉള്ള പ്രശ്നമല്ല, നേരത്തെയുള്ള പ്രശ്നമാണ്. നേരത്തെ തന്നെ അതിനുമായിട്ട് വ്യക്തത വരുത്തിയതാണ്. ഇപ്പോൾ വീണ്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഒരു തരത്തിലുള്ള അഴിമതിയുടെ പ്രശ്നവും അതിനകത്തില്ല. വാർത്ത വന്നതല്ലേ, വാർത്തയിൽ വന്നാൽ പിന്നെ നമ്മളെ ശ്രദ്ധയപ്പെടൂല്ലേ? അല്ല, അത് ആരാന്നറിയില്ല, എനിക്കറിയില്ല ഏതാ. ഞാനാ പാട്ടെന്താണെന്ന് കേട്ടില്ല. അല്ല, ഇപ്പം വല്ലാതെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലേശം പുകഴ്ത്തൽ വന്നാൽ തന്നെ അതിന് വല്ലാത്ത അസ്വാസ്ഥ്യം നിങ്ങൾക്ക് ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്. അതിന് എനിക്ക് സംശയമില്ല. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചുകൊണ്ടൊരു വലിയ കട്ടൗട്ട് നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ പുറത്ത് CM വരുന്നതിന്റെ സ്ഥലത്ത് ഇതേ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഹൈക്കോടതി അതിനകത്ത് കർശനമായ നിലപാടെടുത്തു, കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തു, ഫ്ലക്സുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ നേതൃത്വത്തിൽ. അതിനിടയിലാണ് CMന്റെ തന്നെ വലിയ കട്ടൗട്ടോടുകൂടി ഇതില് വ്യക്തമായ നിലപാട് സംസ്ഥാന സർക്കാരിനുണ്ട്. അത് ഇവിടെ ഫ്ലക്സ് വെച്ചോ ബോർഡ് വെച്ചോ എന്നുള്ളതല്ല. നമ്മുടെ കേരളത്തിൽ ഒരു പ്രചരണവും ആവശ്യമില്ല എന്ന നിലപാടിലേക്ക് കേരളത്തിനെത്താൻ കഴിയില്ല. സ്വാഭാവികമായുള്ള പ്രചരണങ്ങൾ വേണ്ടിവരും. വിവിധ പ്രചരണങ്ങൾ നമ്മുടെ പല പ്രദേശങ്ങളിലും എല്ലാ കാലത്തും ഉണ്ടായിട്ടുമുണ്ട്. അതാകെ ഇല്ലാതാക്കാൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിയുന്നതല്ല. അതിൽ സർക്കാർ കോടതി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം മാത്രമേ ഉള്ളൂ: നിയമവിധേയമായിരിക്കണം. നിയമവിധേയമായി മാത്രമേ കാര്യങ്ങൾ നടക്കാവൂ. ഇതിനകത്ത് ഫ്ലക്സ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് പൊതുവെ നേരത്തെ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. അപ്പോൾ ഫ്ലക്സ് ഒഴിവാക്കുന്ന നില സ്വീകരിക്കണം. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ, മറ്റ് സംഘടനകൾ ധാരാളം പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. അതിൻ്റെയൊന്നും ഒരു പ്രചരണവും കേരളത്തിൽ എവിടെയും പാടില്ല എന്നൊരു നിലപാട് ഈ സർക്കാരിന് ഏതായാലും സ്വീകരിക്കാൻ കഴിയില്ല. പക്ഷേ നിയമവിധേയമായിരിക്കണം. നിയമവിധേയമാകാൻ എന്താ മാർഗം? സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾക്ക് അനുമതി നൽകേണ്ടത് തദ്ദേശഭരണ സ്ഥാപനങ്ങളാണ്. ആ തദ്ദേശഭരണ സ്ഥാപന അതിർത്തിയിൽ ഈ കാര്യങ്ങൾ നടത്തുന്നതിന്. അപ്പോൾ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ മുന്നിലേക്ക് ബന്ധപ്പെട്ട സംഘടനയോ ഏതാണോ ഇത് ചെയ്യുന്നത് അവർ അപേക്ഷിക്കണം. അപേക്ഷിച്ച് അനുമതി വാങ്ങണം. അതിനവർ നിശ്ചിത ഫീസ് ഈടാക്കുന്നുണ്ടെങ്കിൽ ഈടാക്കട്ടെ. അങ്ങനെ നിയമവിധേയമാക്കി കാര്യങ്ങൾ നടത്തണം എന്ന അഭിപ്രായമാണ് ഗവൺമെൻറ് ആ കാര്യത്തിലുള്ളത്. ഈ കാര്യത്തിൽ നടപടി സ്വീകരിക്കാൻ തദ്ദേശഭരണ വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. അത് കോടതിയുടെ നിർദ്ദേശങ്ങൾക്കെതിരല്ല, കോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ നടക്കുക. എന്നാൽ അങ്ങനെയാണെങ്കിൽ പാട്ടുണ്ടാക്കിയ ആൾ എൻ്റെ അടുത്ത് വരട്ടെ, ഇതുവരെ വന്നിട്ടില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഇങ്ങനെയൊരു കാര്യം വരുമ്പം തന്നെ ഈ
സകലമാന കുറ്റങ്ങളും എൻ്റെ തലയിൽ ചാർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അങ്ങനെ ആളുകൾക്ക് വല്ലാത്ത വിഷമം സ്വാഭാവികമായിട്ടുണ്ടാവും. അതങ്ങനെയേ കാണേണ്ടതായിട്ടുള്ളൂ. എങ്ങനെ അല്ല, നിങ്ങൾ കാണേണ്ടത് ഇതാണ്. ഈ പറയുന്ന തരത്തിലുള്ള വലിയ എതിർപ്പുകൾ ഉയർന്നു വരുമ്പോൾ അതിൻ്റെ ഭാഗമല്ലാതെ ഒരാൾ എങ്ങനെ വരുന്നു, അല്ലെങ്കിൽ ഒരു കൂട്ടർ എങ്ങനെ വരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണത്. അതല്ലാതെ ഞങ്ങളാരും വ്യക്തിപൂജക്ക് നിന്നു കൊടുക്കുന്നയാളല്ല. വ്യക്തിപൂജയുടെ ഭാഗമായിട്ട് നിങ്ങൾ പറയുന്ന രീതിയിൽ ഏതെങ്കിലും കാര്യങ്ങൾ ആർക്കും നേടാനും കഴിയുന്നില്ല. അതാണ് ഞങ്ങളുടെ പൊതു സമീപനം. പക്ഷേ മറ്റതാണ് അതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് ഓർക്കണം. ശിവഗിരി സന്യാസിമാർ ഈ ഷർട്ട് ഊരുന്നതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ആചാരം മാറ്റണമെന്നാവശ്യപ്പെട്ട് ഒരു ആചാര പരിഷ്കരണ യാത്ര തുടങ്ങാൻ പോവാണ്. ദേവസ്വം ബോർഡ് നിവേദനം കൊടുത്തുകൊണ്ട്. പക്ഷെ അതിനിടയിൽ തന്നെ അന്നത്തെ ആ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് NSSന്റെ ഒരു നിലപാട് ശ്രീമതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ആചാരങ്ങൾ മാറ്റാൻ പാടില്ല. അതിൽ സ്വാമിയുടെ പ്രസ്താവനയിൽ എന്തിനാണ് മുഖ്യമന്ത്രി അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത് ഒരു വിമർശനം NSSന്റെ. ഇതിൽ ശിവഗിരി ഇങ്ങനെയൊരു സമീപനം സ്വീകരിക്കുന്നു, ദേവസ്വം ബോർഡിനെ സമീപിക്കുന്നു എന്നുള്ളത് പത്രവാർത്ത വന്നിട്ടുണ്ട്. അത് മാതൃകാപരമായ നിലപാട് തന്നെയാണ്. കാരണം ശിവഗിരി മഠം എന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാനുള്ള അതിന് ആധികാരികമായൊരു സ്ഥാനമാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രത്യേകത എന്താണ്? നിലവിലുള്ള പലതിനെയും ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം നമ്മുടെ നാട്ടിൽ യഥാർത്ഥ സാമൂഹ്യ പരിഷ്കർത്താവായി പ്രവർത്തിക്കുകയാണ്. അങ്ങനെയുള്ളൊരു സന്യാസി വര്യനാണ് അദ്ദേഹം. അപ്പോൾ ഇന്നത്തെ കാലത്ത് നേരത്തെ ശ്രീനാരായണ ഗുരു എതിർത്ത പല കാര്യങ്ങൾ പോലും പുനഃസ്ഥാപിക്കുന്നുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത്തരമൊരു ഘട്ടത്തിൽ മാതൃകാപരമായി ശിവഗിരി മഠം ഇടപെടുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ്, മാതൃകാപരമാണ്. അതിലൊരു പ്രശ്നവും ഇല്ല എന്നാണ് ഞാൻ കാണുന്നത്. അത് നിങ്ങളധികം വിഷമിക്കണ്ട, അത് ആ സമയത്ത് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഓരേ അല്ല, ഇത് സാധാരണ നിലക്ക് നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതല നിർവഹിക്കാൻ ഏറ്റവും കഴിവുറ്റ ഒരാളെ നോക്കുകയാണല്ലോ സർക്കാർ ചെയ്യുക. അങ്ങനെയുള്ള ഒരു പ്രഗത്ഭനായ ഒരു വ്യക്തിയെ കണ്ടെത്തി എന്നുള്ളതല്ലാതെ അതിനകത്ത് മറ്റ് യാതൊരു കാര്യവുമില്ല. അപ്പോൾ നമുക്കിവിടെ നിർത്താം അല്ലേ? ശരി അല്ലേ? മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനമാണ് കണ്ടത്. വനനിയമ ഭേദഗതിയിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി മുഖ്യമന്ത്രി അറിയിച്ച കാര്യം. വനനിയമ ഭേദഗതി റദ്ദാക്കും, തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നതാണ് സർക്കാരിന്റെ നിലപാട്. നീതിരഹിതമായ രീതിയിൽ വനവും വനവിഭവങ്ങളും ചൂഷണം ചെയ്യപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്നു. പ്രകൃതി സംരക്ഷണ നിയമങ്ങളിൽ വെള്ളം ചേർക്കരുത്, ഇതാണ് സർക്കാരിന്റെ സമീപനം. അതിലൊരു മാറ്റവും വരുത്തില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മറ്റൊന്ന് UGC ചട്ട ഭേദഗതിയാണ്. അത് ചാൻസലർ സ്ഥാനങ്ങളിലേക്ക്, വൈസ് ചാൻസലർ സ്ഥാനങ്ങളിലേക്ക് തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ കൊണ്ടിരുത്താനുള്ള കേന്ദ്രത്തിന്റെ വളഞ്ഞ വഴി എന്ന ഭാഷയിൽ അതിരൂക്ഷമായ വിമർശനമാണ് ആ നീക്കത്തിനെതിരെ മുഖ്യമന്ത്രി ഉയർത്തുന്നത്. ശബരിമല തീർത്ഥാടനം ഭംഗിയായി പൂർത്തീകരിക്കാനായി എന്ന് മുഖ്യമന്ത്രി പറയുന്നു. മറ്റ് ചില ചോദ്യങ്ങൾക്ക് കൂടി മുഖ്യമന്ത്രി മറുപടി നൽകി. അതേസമയം അൻവറുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി മുഖ്യമന്ത്രി നൽകിയില്ല. ഒഴിഞ്ഞുമാറി അതിനൊന്നും താൻ മറുപടി പറയേണ്ടതില്ലല്ലോ എന്നതായിരുന്നു മുഖ്യമന്ത്രി ചോദിച്ചത്. മുഖ്യമന്ത്രിയെ പുകഴ്ത്തി ഇറങ്ങുന്ന സംഘഗാനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് മാധ്യമങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന കാര്യം പറഞ്ഞ് ചിരിച്ചു തള്ളുകയായിരുന്നു മുഖ്യമന്ത്രി. വ്യക്തിപൂജ ആരും അംഗീകരിക്കുന്ന കാര്യമല്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു.